എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള NIT, IIT തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനം സാധ്യമാകുവാൻ വേണ്ടി എഴുതേണ്ട എൻട്രൻസ് എക്സാമാണ് JEE മെയിൻ അഥവാ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഇതിനു മുന്നേ അറിയപ്പെട്ടിരുന്ന ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നായിരുന്നു. ഇതിൽ 2 പേപ്പറുകളാണ് ഇതിലുള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് BE അതുപോലെ തന്നെ BTech ബിരുദധാരികൾക്കാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് BArch ബിരുദധാരികൾക്ക് വേണ്ടിയാണ്. ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് പെൻ ബേസ്ഡ് എക്സാം ഉണ്ട്, അതേപോലെ തന്നെ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഫീസ് വ്യത്യസ്തമാണ്. ഫീസ് കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ വീഡിയോയിലൂടെ എങ്ങനെ JEE മെയിൻ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കാമെന്ന്. ഗൂഗിളിൽ വന്നുകൊണ്ട് JEE മെയിൻ എന്ന് ടൈപ്പ് ചെയ്യുക. JEEmain.nic.in എന്ന വെബ്സൈറ്റ് നമുക്ക് ലഭിക്കും. ഇവിടെ അപ്ലൈ ഫോർ JEE മെയിൻ 2018 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ എന്ന് കാണാവുന്നതാണ്. ഇതിന്റെ ആധാർ അതേപോലെ തന്നെ ആധാർ ഐഡന്റിഫിക്കേഷൻ അഥവാ എൻറോൾമെന്റോ നമ്പറോ നിർബന്ധമാണ് ഇത് അപ്ലൈ ചെയ്യുവാൻ. അതിനുശേഷം അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാറുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ആണ് കാണിക്കുന്നത്. ആസാം അതേപോലെ തന്നെ ജമ്മു കാശ്മീർ, മേഘാലയ ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനത്തെയും കാൻഡിഡേറ്റ്സിന് നിർബന്ധമായ ആധാർ നമ്പറോ അല്ലെങ്കിൽ ആധാർ എൻറോൾമെന്റ് നമ്പറോ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് അവരുടെ സർട്ടിഫിക്കറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നതുമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ആധാർ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നടത്തുന്നതാണ്. അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്, ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ഇതിൽ എക്സാം ഫീസ് ഉണ്ട്. ഇത് 2 തരത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന്റെ എക്സാം നടക്കുന്നത് ഒന്ന് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡും മറ്റൊന്ന് കമ്പ്യൂട്ടർ ബേസ്ഡുമാണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് ഫീസ് ഏകദേശം പകുതി മാത്രമാണുള്ളത്. അഥവാ ജനറൽ അല്ലെങ്കിൽ OBC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് 1000 ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 500 ആണ്. SC ST അതേപോലെ തന്നെ ഗേൾസിനൊക്കെ 500 ആണ് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് എങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് 250 മാത്രമാണുള്ളത്. ഇതിന്റെ ഫോട്ടോ അതേപോലെ തന്നെ സിഗ്നേച്ചർ ഓപ്പുമായി ബന്ധപ്പെട്ട സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത പ്രൊസീഡ് ടു അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോമിന്റെ ഓതന്റിക്കേഷൻ ഫോമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓതന്റിക്കേഷൻ ഫോമിൽ നാഷണാലിറ്റി അതേപോലെ തന്നെ എലിജിബിലിറ്റി സ്റ്റേറ്റ്, ഐഡന്റിഫിക്കേഷൻ ടൈപ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആധാർ ആണെങ്കിൽ ആധാർ അല്ലെങ്കിൽ എൻറോൾമെന്റ് ആണെങ്കിൽ എൻറോൾമെന്റ് അത് സെലക്ട് ചെയ്യണം. ആ ഇൻഫർമേഷൻ ഇവിടെ നൽകേണ്ടതാണ്. പിന്നീട് കാൻഡിഡേറ്റ്സിന്റെ പേര് നൽകണം. ഇനി ഐഡന്റിഫിക്കേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യണം. അതിനുശേഷം കാൻഡിഡേറ്റിന്റെ പേര് എങ്ങനെയാണ് ഉള്ളത് അത് കൃത്യമായി നൽകുക. ആധാർ ബേസ്ഡ് ആയിട്ടായിരിക്കണം പേര് നൽകേണ്ടത്. കാരണം ആധാർ ഓതന്റിക്കേഷൻ നിർബന്ധമായതുകൊണ്ടാണ് ആധാർ ബേസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. അത് സർട്ടിഫിക്കറ്റുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ആധാർ തിരുത്തലുകൾ വരുത്തേണ്ടതുമാണ്. ഇവിടെ ആധാർ നമ്പർ നൽകുന്നു. അതിനുശേഷം പേര് ആളുടെ കാൻഡിഡേറ്റിന്റെ പേര് നൽകുന്നു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നൽകണം. അതേപോലെ തന്നെ സെക്യൂരിറ്റി പിൻ നൽകണം. ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ സെക്യൂരിറ്റി പിൻ നൽകിയതിനു ശേഷം ഒരു ആധാറുമായി ബന്ധപ്പെട്ട ഒരു കോൺസെന്റ്, ഒരു സമ്മതം നമ്മൾ നൽകി ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് അഗ്രി ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അടുത്ത സ്ക്രീനിലേക്ക് വരും. അടുത്ത സ്ക്രീനിൽ
എക്സാം റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് നൽകുന്നത്. അപ്ലൈയിങ് ഫോർ JEE മെയിൻ പേപ്പർ 1 ആണോ പേപ്പർ 2 ആണോ അതോ പേപ്പർ 1 ആണ് പേപ്പർ 2 ഉണ്ടോ രണ്ടും ഒന്നിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട്. അതിന് രണ്ടിൻ്റെ ഫീസ് വ്യത്യാസമാണ്. അടുത്തതായിട്ട് എക്സാം സെൻറ്ററുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. 4ഓളം എക്സാം സെൻറ്ററുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. എക്സാം സെൻറ്റർ സെലക്ഷന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, അത് ഇംഗ്ലീഷുണ്ട്, അതേപോലെ തന്നെ ഹിന്ദിയുണ്ട്. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാം. പേര് നേരത്തെ വന്നിട്ടുണ്ട്, അതിനുശേഷം അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, അതേപോലെ തന്നെ പ്ലേസ് ഓഫ് റെസിഡൻസ് റൂറലാണോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അക്കാദമിക് ഡീറ്റെയിൽസ് ആണ് നൽകുന്നത്. 10ാം ക്ലാസ് പാസ്സായ വർഷം, അതേപോലെ തന്നെ ഏത് സ്കൂൾ ബോർഡാണ്, നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ് ഓർ അപ്പിയറിംഗ് സെർച്ച് ചെയ്യണം. അതിനുശേഷം പ്ലേസ് ഓഫ് ക്ലാസ് 12 ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ഓർ സ്കൂളിംഗ് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ് പാസ് 12th ക്വാളിഫയിങ് എക്സാം എന്ന ഫീൽഡ് ഫിൽ ചെയ്യണം. ഇവിടെ സ്കൂൾ ബോർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ബോർഡല്ല ചോദിക്കുന്നത്, 12ാം ക്ലാസ്സിൻ്റെ ബോർഡാണ് ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യാൻ, ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളത്. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കണം. പിന്നീട് റോൾ നമ്പർ നൽകണം. റോൾ നമ്പർ നൽകി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും 12ാം ക്ലാസ്സിൻ്റെ റോൾ നമ്പർ നൽകണം. പിന്നെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണെന്ന് നൽകണം. അതേപോലെ തന്നെ നെയിം ഓഫ് ദ സ്കൂൾ, സ്കൂളിൻ്റെ പേര്, അതേപോലെ തന്നെ അഡ്രസ് എന്നീ കാര്യങ്ങൾ നൽകണം. ഇത് നൽകി കഴിഞ്ഞാൽ അടുത്തത് മെയിലിംഗ് അഡ്രസ് ഡീറ്റെയിൽസിലേക്കാണ് വരിക. മെയിലിംഗ് അഡ്രസ് ഡീറ്റെയിൽസിൽ കൺട്രി, അതേപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നിവ നൽകണം. അതുപോലെ തന്നെ ആളുടെ എക്സാക്റ്റ് അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ തന്നെ ലൊക്കാലിറ്റി, സിറ്റി, ടൗൺ, പിൻകോഡ് നമുക്ക് നൽകി മൊബൈൽ നമ്പർ നൽകാവുന്നതാണ്. മൊബൈൽ നമ്പർ നൽകുമ്പോൾ അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക, കാരണം OTP വെരിഫിക്കേഷൻ നിർബന്ധമാണ്. പിന്നീട് ലാൻഡ് ഫോൺ നമ്പർ നൽകണം. പിന്നീട് ഗാർഡിയൻ ഡീറ്റെയിൽസിൽ അച്ഛൻ്റെ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ ജോലി, ആനുവൽ ഇൻകം എന്നീ കാര്യങ്ങളൊക്കെ നൽകണം. ശേഷം അമ്മയുടെയും ഇതേ ഒരു ഇൻഫർമേഷൻ നൽകണം. പിന്നീട് ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യലാണ്. പാസ്വേഡ് നൽകുമ്പോൾ ഇവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. പാസ്വേഡ് 8 മുതൽ 13 ക്യാരക്ടർ ലോങ് വേണം, അതേപോലെ അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് നിർബന്ധമാണ്, സ്പെഷ്യൽ ക്യാരക്ടർ വേണം എന്നീ കാര്യങ്ങൾ. ഈ പാസ്വേഡ്, ഈ ഒരു ടേംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വേണം ആ പാസ്വേഡ് നൽകുവാൻ. അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഏതാണോ അത് സെലക്ട് ചെയ്യണം. പിന്നീട് അതിൻ്റെ സെക്യൂരിറ്റി ആൻസർ നൽകണം. പാസ്വേഡ് മറന്നു പോകുന്ന നിലക്കാണ് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആവശ്യം വരിക. ഇവിടെ അതിൻ്റെ ആൻസർ നൽകാം. പിന്നീട് സെക്യൂരിറ്റി പിൻ ആയിട്ട് നേരത്തെ കാണിക്കുന്ന ക്യാപ്ഷൻ നൽകിയിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിലേക്ക് വരും. അടുത്ത സ്ക്രീനിൽ ഒരു റിവ്യൂ പേജാണ്. നമ്മൾ നേരത്തെ നൽകിയ ഇൻഫർമേഷനൊക്കെ ഇവിടെ റിവ്യൂ ചെയ്യാം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഐ അഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വീണ്ടും ഒരു ഫൈനൽ കൺഫർമേഷൻ ചോദിക്കും. യെസ് പ്ലീസ് ഡു എന്ന് നൽകിക്കൊണ്ട് മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും വെരിഫൈ ചെയ്യണം. ഇതിനുവേണ്ടി മൊബൈലിൽ വരുന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ട്, ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും ചെയ്യണം. മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ID വെരിഫൈ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതിനുശേഷം നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ നമ്പർ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് സ്കാൻഡ് ഇമേജസ്, നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഫോട്ടോ, അതേപോലെ തന്നെ പാരന്റിന്റെ സിഗ്നേച്ചർ, കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ എന്നിവ
ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ സൈസ് അനുസരിച്ച് വേണം ഇത്. അതിനുശേഷം ഇവിടെ പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോ മറ്റും കാണാം. പിന്നെ ഫൈനൽ അപ്ലോഡ് എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം എക്സാമിനേഷൻ ഫീസ് അടക്കണം. ഇവിടെ ആൺകുട്ടികൾക്ക് 1000 ആണ് അടക്കുന്നത്. ഇത് നോർമൽ ബാങ്കിങ് ട്രാൻസാക്ഷനുള്ള പോലെ. ഇനി അടുത്ത ഗേറ്റ് വേയിലേക്ക് വരും. ഗോ ഫോർ ഫീ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗേറ്റ് വേയിൽ വന്ന് നോർമൽ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡാണോ അല്ലെങ്കിൽ ഈ ചലാനാണോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് സെലക്ട് ചെയ്യുന്നത്, നെറ്റ് ബാങ്കിങ് ആണ് ചെയ്യുന്നത്. നോർമൽ നൽകാറുള്ള പോലെ ഏതെങ്കിലും ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്തു. റെസീറ്റ് ഫോർ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാറുള്ള യൂസർ ID കാര്യങ്ങളൊക്കെ നൽകണം. അതിൻ്റെ OTP കാര്യങ്ങൾ നൽകണം. ഇതിന് ചെറിയൊരു എമൗണ്ട് ട്രാൻസാക്ഷൻ ഫീസ് ചില ബാങ്കുകൾ ഈടാക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ട് കൂടിയാണ് നമ്മൾ പേയ്മെൻറ്റ് നടക്കുന്നത്. OTP നൽകി കഴിഞ്ഞാൽ വീണ്ടും അത് കൺഫേം ചെയ്തുകൊണ്ട് തിരിച്ച് വെബ്സൈറ്റിലേക്ക് തന്നെ വരുന്നതാണ്. നമുക്കിവിടെ ചില സമയങ്ങളിൽ എറർ ഉണ്ടെങ്കിൽ അത് ലോഗ് ഔട്ട് ആവും. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന മെസ്സേജ് കാണാം. ഇവിടെ സെഷൻ ഈസ് ടൈം ഔട്ട് എന്ന് കാണുന്നുണ്ട്. ഇതിൽ ഭയപ്പെടേണ്ടില്ല, വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ നേരത്തെ നമുക്ക് ലഭിച്ച യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം. സെക്യൂരിറ്റി നമ്പർ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്ത് നമുക്കിതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതേപോലെ തന്നെ ഡേറ്റ് കൺഫേം ചെയ്യേണ്ട ആളുകൾക്ക് എക്സാം ഡേറ്റ് ഇവിടെ കൺഫേം ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് പേജ് എന്ന് കാണാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് വരും. ഈ ഒരു പേജ് നമുക്ക് റെഫറൻസ് ആയിട്ട് പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്തു വെക്കാവുന്നതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.